ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയുകയാണ്. നിങ്ങൾക്ക് ആരായിത്തീരാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഫ്രണ്ട് ബെഞ്ചിലിരുന്നവൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു ടീച്ചറോട്, ഇന്ത്യൻ പ്രധാനമന്ത്രി. ടീച്ചർ അങ്ങ് ആഹ്ലാദം കൊണ്ട് നിൽക്കണമെന്നില്ല. എന്റെ പഠിപ്പിച്ച സ്റ്റുഡന്റ് ഭാവിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും. അടുത്തത് കേരള ഗവർണർ, അടുത്തത് കേരള മുഖ്യമന്ത്രി, അടുത്തത് വിദ്യാഭ്യാസ മന്ത്രി, അടുത്തത് സയന്റിസ്റ്റ്, അടുത്തത് കളക്ടർ, അടുത്തത് ഗവർണർ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ ക്രിസ്മസ് ട്രീ പോലെ ഇങ്ങനെ വിടർന്ന് നിൽക്കുക. ഞാൻ ടീച്ചറെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തോ ഒരു സന്തോഷമാണ് മുഖത്ത്. എന്റെ കൂടെ വന്ന് മൂന്നാം ബെഞ്ചിൽ നിനക്കാരായി തീരാനാണ് ആഗ്രഹം. ഞാൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു സിനിമാ നടനാകണം. ചിരിച്ചിരുന്ന ടീച്ചറിന്റെ മുഖം കല്യാണ വീട് പോലെ ഇരുന്ന ക്ലാസ് റൂമോ മരണ വീട് പോലെയാണ്. എന്നെ മാത്രം ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു ടീച്ചർ ഇങ്ങനെ നോക്കുക. ഇമപെട്ടാതെ നോക്കി നിൽക്കുന്ന ടീച്ചറിന്റെ മുഖത്തേക്ക് ഞാനും ചുറ്റും നോക്കിയപ്പോൾ എന്റെ പരിസരവാസികൾ നിൽക്കുന്ന കുട്ടികളും എന്റെ മുഖത്തേക്ക് നോക്കുന്നു. ടീച്ചർക്ക് എന്റെ സൗന്ദര്യം അവിടെ ഇരുന്നാൽ കാണാൻ മൂന്നാം ബെഞ്ചിൽ. ടീച്ചർ മാത്രമല്ല എല്ലാവരും കണ്ടോട്ടെ എന്ന് കരുതി ഡെസ്കിന്റെ മുകളിലേക്ക് കയറ്റി നിൽക്കാൻ പറഞ്ഞു. പെട്ടെന്ന് കൂട്ടുകാരോട് പറഞ്ഞു സിനിമാ നടനെ കണ്ടില്ലെങ്കിൽ കണ്ടോളൂ. ഇവരെല്ലാവരും ആദ്യമായിട്ട് കാണുന്ന പോലെ ഈ സഹപാഠികൾ എന്നെ നോക്കുന്നു. എന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു തൊട്ടടുത്തായിരുന്നു തറവാട്. ജനാല തുറന്ന കാണും. ഉച്ചക്കുള്ളാൻ സിനിമാ നടൻ വരുമേ എന്ന് അമ്മ കേൾക്കേണ്ട താമസം. അമ്മ താറാമട്ടയും ഇല്ലാത്ത കാശൊക്കെ ഉണ്ടാക്കി സിനിമാ നടനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. ചെല്ലണത് ഈ പഠനമാണ് നമുക്കറിയും. ഏറെ വർഷങ്ങൾക്ക് ശേഷം അതൊരു വേദനിപ്പിച്ച നിമിഷമാണ്. ഞാൻ ടീച്ചറെ കുറ്റം പറയില്ല. ഇവിടെ നിന്ന് തുടങ്ങിയതാണ്. കലക്ടർ, ഗവർണർ, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, സയന്റിസ്റ്റ് ഒക്കെ തുടങ്ങിയതാണ്. ഏത് ടീച്ചർക്കാണ് എന്നെ ദേഷ്യം വരാത്തത്? എനിക്ക് എന്നും പ്രിയപ്പെട്ട ടീച്ചറോ എന്റെ പുസ്തകം എഴുതാൻ പറയിപ്പിച്ചത് ടീച്ചർ. എന്നെ എപ്പോഴും കാലൊഴിക്കുന്നതും ഓമനിക്കുന്നതും ഇപ്പൊ എന്നെ കണ്ടാലും ഒരു ഫോട്ടോ എടുക്കണം. ആ ടീച്ചർ അമേരിക്കയിലാണ്. അപ്പൊ അമേരിക്ക നിലക്കൊക്കെ വിളിക്കും. എന്റെ പടം കാണും, എന്റെ സിനിമ കാണും, എന്റെ പരിപാടി കാണുമ്പോൾ അടുത്തുള്ളവരോട് പറയും എന്റെ സ്റ്റുഡന്റാണ്. എന്നിട്ട് അത് ബോധ്യപ്പെടുത്താൻ എന്നെ വിളിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ കിടന്നുറങ്ങണിരിക്കും. ഇനി വീട്ടിൽ വന്നപ്പോൾ ഒരു ദിവസം ചായയൊക്കെ കൊടുത്ത് കുഞ്ഞാലിച്ച് തഴുകി തലോടിയിട്ട് ഞാൻ ടീച്ചറോട് വർഷങ്ങൾ പോകുമ്പോഴുള്ള ആ ചോദ്യം ചോദിച്ചു, പ്രധാനമന്ത്രി വിളിക്കാറുണ്ടോ? കേരള ഗവർണറുമായിട്ട് ടീച്ചറിന്റെ ബന്ധം നല്ലതാണോ? ടീച്ചറുടെ അസുഖം വന്നാൽ പ്രത്യേകിച്ച് പുറത്തു പോകണ്ടല്ലോ, സ്വന്തമായിട്ട് ഡോക്ടർ ഉണ്ടല്ലോ. സയന്റിസ്റ്റ് ഇപ്പോൾ എവിടെയാണ്? ഗവർണർ കാണാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ടീച്ചർക്ക് അത് കത്തിയത്. ടീച്ചർ എന്നോട് പറഞ്ഞു ഒറ്റെണ്ണം ഗുണം പിടിച്ചില്ല, നീ മാത്രമേ നന്നായൂ. ഞാൻ പറഞ്ഞ അന്നൊരൊറ്റ കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ, സിനിമാ നടനാകണമെന്ന്. 70 പടവും കഴിഞ്ഞു. ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന 7 പടവും കൂട്ടി 77ാമത്തെ പടം വന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ കറങ്ങി. എല്ലായിടത്തും അറിയപ്പെടുന്ന പേര് പ്രശസ്തിയൊക്കെ ഉണ്ടാക്കി വെച്ചു. സാജൻ പള്ളൂറ്റി എന്ന് പറഞ്ഞ ഒരു കത്ത് വീട്ടിൽ കിട്ടും ടീച്ചറെ, അത്രയും വരെ ഞാൻ ഉണ്ടാക്കി വെച്ചു. അപ്പോഴാണ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത്, എനിക്ക് അന്നേ അറിയാം നീയെ ഗുണം പിടിക്കുള്ളൂ, മറ്റൊന്നും ഒറ്റെണ്ണം നന്നാവില്ല. ഒക്കെ നുണയായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു. ഗവർണർ ആകണമെന്ന് പറഞ്ഞാലും കുമ്പളങ്ങോടിയിൽ ഗവർണർ കച്ചവടം നടത്തുക. നല്ലോണം പഠിച്ചിരുന്ന പലരും ഔട്ടായിപ്പോയി. നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഇന്നടത്തേക്ക് യാത്ര ചെയ്യണം, എത്തണം, അതെന്റെ കുടുംബത്തിന് സന്തോഷമാകണം. നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ മക്കളെ, നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ബാപ്പയും ഉമ്മയും ചിരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ചിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളിൽ എന്തോ തകരാറുണ്ട്. നിങ്ങളെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളെ കാണാതിരിക്കുമ്പോഴാണ് സങ്കടമെന്ന് തോന്നിയാൽ അതിൻ്റെ അർത്ഥം സ്നേഹമാണ്. നിങ്ങൾ ആ സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഗാന്ധിജി സമാരാധ്യനായി മാറുന്നത് ഗുജറാത്തിലെ പോർബന്തറിൽ എത്രയോ പുണ്യം ചെയ്ത അച്ഛൻ്റെയും അമ്മയുടെയും മകനായി ജനിച്ചുകൊണ്ട് ഇന്ത്യൻ കറൻസിയിൽ സ്ഥാനം പിടിച്ച ഗാന്ധി, ആ ചിത്രം അതിനകത്ത് വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊരു പുണ്യം വേണമെന്ന്. ആ കറൻസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, ഗാന്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഗാന്ധി നമുക്ക് വേണ്ടി മരിച്ച ആളാണ്. ഇന്ന് ഗാന്ധിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഗാന്ധിയുമായിട്ട് അച്ഛൻ വരുമ്പോഴാണ് അമ്മയുടെ മുഖം സൂര്യകാന്തി. ഗാന്ധി ഇല്ലാതെ അച്ഛൻ വരുമ്പോഴാണ്, ബാപ്പ വരുമ്പോഴാണ് ഉമ്മ ക്രാന്തി എന്ന് പറയുന്നത് പോലെ ഗാന്ധി തന്നെ നമ്മുടെ ജീവിതത്തിൽ വേണം. നിങ്ങളെ പഠിപ്പിക്കണതിന് പൈസ വേണം, ഗാന്ധി വേണം. നിങ്ങളുടെ മൊബൈൽ ഫോണ്, നിങ്ങളുടെ വിദ്യാഭ്യാസം, സ്കൂളിലേക്ക് വരുന്നതിൻ്റെ ചെലവ്, ഉടുപ്പ്, വസ്ത്രം എല്ലാം. ടീച്ചർമാർക്ക് പഠിപ്പിച്ചില്ലെങ്കിൽ, ശമ്പളം കിട്ടിയില്ലെങ്കിൽ ടീച്ചർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രാന്തിയാണ്. ശമ്പളം കൃത്യമായിട്ട് കിട്ടണം. 5 ദിവസം വൈകണം എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ പണം ഒരു പ്രധാന ഘടകമാണ്. നിങ്ങളും അതുപോലെ തന്നെ ആ പണത്തെ ദൂർത്തടിക്കാതെ പണം സമ്പാദിക്കാനും നേർവഴിയിലേക്ക് പണം വരാനും ആഗ്രഹിക്കണം. അധിക ചെലവ് കുടുംബത്തെ വരുത്തി വെക്കരുത്. എല്ലാ കാര്യങ്ങളും ഹൃദ്യമായിട്ട് പഠിച്ചുകൊണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 12ാം ക്ലാസ്സിലെ ബുക്ക് വായിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. മറ്റെഴുതി വെച്ച പ്രതിഭകളുടെ ബുക്ക് വായിക്കണമുണ്ടൊന്നും കുഴപ്പമില്ല. എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ അങ്ങനെ ആകട്ടെ, അങ്ങനെ ആകണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പഠിപ്പിച്ചിരുന്ന സുബൈർ മാഷ് എല്ലാ തട്ടിലും തലങ്ങളിലും സ്കൂൾ കായികമേള, ലളിതമേള, വിദ്യാഭ്യാസത്തിന്റെ ശിവജനോത്സവ വേദികളിലൊക്കെ അത് നയിച്ചതിന് നേതൃത്വം കൊടുത്ത ആളാണ്. എൻ്റെ സുഹൃത്താണ്. പല മേഖലകളിലും അദ്ദേഹം തിളങ്ങി നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഈ റിട്ടയർമെന്റ് ഒരു നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിന് മാത്രമല്ല 2 ടീച്ചർമാർ,
ഞാൻ പറയുന്നത് എന്തായാലും പറയും നമ്മൾ റിട്ടയർഡ് ആകും. എൻ്റെ ടീച്ചർമാരൊക്കെ റിട്ടയർഡ് ആയതിനു ശേഷമാണ് ടയേർഡായതും അതിനുശേഷമാണ് അവരുടെ മുഖം ഒന്ന് മങ്ങിയതും. അതുവരെ അവരൊക്കെ സുന്ദരിമാരായി. പിന്നെ വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ കൊച്ചുകുട്ടികളുണ്ടാകും, മകനുണ്ടാകും. ഈ അവർക്ക് കിട്ടാത്ത പോകാത്ത സ്ഥലങ്ങളൊക്കെ പോവുകയും ചെയ്യാം, വീട്ടിലിരിക്കുകയും ചെയ്യാം. എങ്കിലും ഒരു നൊമ്പരം അതിൻ്റെ ഉള്ളിലുണ്ടാകും. പിന്നെ ഒരു സന്തോഷം ടീച്ചർമാർക്ക് ഉണ്ടാകുന്നത്, ഞാൻ പഠിപ്പിച്ച എത്രയോ കുട്ടികൾ. എൻ്റെ അമ്മ പറയും, എൻ്റെ അമ്മ 2 കുട്ടികളുടെ അമ്മയാണെങ്കിൽ എൻ്റെ ടീച്ചർ എത്രയോ കുട്ടികളുടെ അമ്മയാണ്. ഈ ടീച്ചർമാർ മാഷ് പഠിപ്പിച്ച കുട്ടികൾ എത്രയോ കേരളത്തിലും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഉണ്ടാവും. എവിടെയെങ്കിലും വെച്ചവർ കാണുമ്പോൾ തിരിച്ചറിയുമ്പോൾ ഹായ് ടീച്ചറെ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അധ്യാപകനാകണം. ഏത് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയാലും പിറ്റേ ദിവസം അറിയാമെന്ന് വിളിക്കും. പക്ഷേ അധ്യാപകനെയും ടീച്ചർ, അതായത് മാഷുമാരെയും, അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു ധ്യാനമാണ്. ആ ടീച്ചർമാരെയും മാഷുമാരെയും ഒരിക്കലും ആരും ബഹുമാനക്കുറവ് കാണിക്കില്ല. ടീച്ചർക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ നമ്മളെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ചില അഹങ്കാരങ്ങളൊക്കെ ചിലപ്പോൾ തോന്നും. അപ്പം നിങ്ങൾ വേറെ എങ്ങും പോകണ്ട, നമ്മുടെ പഴയ തിരിച്ചറിയൽ കാർഡ് എടുത്തിട്ട് ഒറ്റക്കൊരു റൂമിൽ കയറിയിട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് നോക്കിയാൽ മതി. നമ്മളിലുള്ള സകല അഹങ്കാരവും പോകും. എത്ര സുന്ദരിയാണെങ്കിലും പൊറോട്ടൊക്കെ മാവ് കൂട്ടിയത് പോലെയാണ് ഈ നമ്മുടെ ഫോട്ടോ അതിനകത്ത് ഇരിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലേ? അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ട്? നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ അമ്മ ദുഃഖിച്ചിരിക്കണേ കാണാം, അച്ഛൻ ഭയങ്കരമായിട്ട് പുഞ്ചിരിക്കണേ കാണാം. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അച്ഛൻ എന്തിനാണ് ഇങ്ങനെ പുഞ്ചിരിക്കുന്നത്, അമ്മ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? കല്യാണ ഫോട്ടോയാണ്. നമ്മുടെ കല്യാണ ഫോട്ടോയിൽ പലരോടും ഞാൻ ചോദിച്ചു, അമ്മ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി, അമ്മ വീട്ടിൽ നിന്ന് പോവുകയാണ്. അമ്മ കാരണം കുറേ ബാധ്യത വെച്ച് കുറേ സ്ത്രീധനം വാങ്ങിക്കേണ്ടി വന്നു, സ്വർണ്ണം വാങ്ങിക്കേണ്ടി വന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞാനൊരു ബാധ്യതയായി, പരിചയമില്ലാത്ത മറ്റൊരു അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും ദുഃഖമെന്നാണ്. അച്ഛൻ എന്തിനാണ് ഇപ്പത്താളത്തിനാണ് ചിരിക്കണത്? എനിക്ക് ലോട്ടറി അടിച്ചതാണല്ലോ, ഒരു പണിയില്ലെങ്കിൽ ഇത്രയും സ്വർണവും ഒരു പെണ്ണിനെയും കിട്ടിയല്ലോ, അന്നത് കൊണ്ടായിരിക്കും. ഇത് രണ്ടുമല്ല. അച്ഛൻ്റെ അവസാനത്തെ ചിരിയാണ് ആ കല്യാണ ഫോട്ടോ വിളിച്ചത്. പിന്നെ അച്ഛൻ ചിരിക്കില്ല. പിന്നെ ജീവിതത്തിൽ അച്ഛനെ ചിരിപ്പിക്കണത് ഈ അമ്മയും മക്കളും ഒക്കെ കൂടി ചേർന്നാണ്. അച്ഛൻ്റെ ചിരി കല്യാണത്തോടുകൂടി അവസാനിക്കും. മക്കളെ, അച്ഛനും അമ്മയും നമ്മളെ വിളിക്കണത് 2 മകനാണെങ്കിലും മകന്മാർ എന്ന് പറയില്ല, 2 മകളാണെങ്കിൽ മകളുകളെന്നും പറയില്ല, മക്കൾ എന്നാണ് വിളിക്കുന്നത്. മാതാപിതാക്കളെയും നിങ്ങൾ അതേപോലെ നുണ ആവശ്യത്തിന് പറയാം, ആരോഗ്യപരമായി പറയാം. അല്ലാതെ ജീവിതത്തെ ബാധിക്കുന്ന സീരിയസ് വിഷയങ്ങളിൽ ഒരിക്കലും ഞാൻ അവിടെ പോയി അതുകൊണ്ടാണ് താമസിച്ചത് അല്ല, അത് എവിടെ പോയി എന്ന് വ്യക്തമാക്കാൻ ക്ലാസ് വിട്ട് വീട്ടിലേക്കും വീട് വിട്ട് ക്ലാസ്സിലേക്കും താമസിക്കുമെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചു പറയാനും കഴിയുന്നവരായിരിക്കണം നിങ്ങൾ. വഴിതെറ്റിപ്പോകാൻ മാർഗങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. തെറ്റിക്കാനും തെറ്റിച്ചു നടക്കണവരുമുണ്ട്. മദ്യവും മയക്കുമരുന്നും നമ്മുടെ സ്വപ്നങ്ങളെ തകർക്കും, നമ്മുടെ ആഗ്രഹങ്ങളെ മണ്ണിക്കും, നിങ്ങളുടെ കോലം കെടും, ആയുസ്സും കുറവായിരിക്കും. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് മാറട്ടെ. ഈ റിട്ടയർഡ് ആകുന്ന ടീച്ചർമാർക്ക് ആനന്ദവേളകൾ, വിശ്രമവേളകളൊക്കെ ആനന്ദകരമാകട്ടെ. അവരുടെ ജീവിതത്തിൽ എല്ലാ നിമിഷങ്ങളിലും അവർക്ക് സന്തോഷവും സമാധാനവും ഇനിയും ആയുസ്സും ആരോഗ്യവും ഒക്കെ കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പഠിപ്പിച്ചു പോയ ശിഷ്യന്മാർ ടീച്ചർമാരെ കാണാൻ ഇടവരട്ടെ, അവർ വിളിക്കട്ടെ, തേടി വരട്ടെ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സ്കൂളിലേക്ക് എന്ന് പറയാൻ അവസരമൊരുക്കി തന്ന സുബീർ മാഷ്, അതേപോലെ തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ സുമി ടീച്ചർ എൻ്റെ കുടുംബ സുഹൃത്താണ്. ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ ഓടി നടപ്പുണ്ട്, അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് ബന്ധങ്ങൾ നമുക്കിവിടെ ഉണ്ട്. അപ്പം നിങ്ങളുടെ ഈ ദിവസം ഒരിക്കലും ആരും വരാതിരിക്കരുത്, പുറത്തിരിക്കരുത്, കലാപരിപാടി കാണണം, കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കായിട്ടൊരു 2 വരി കവിത പാടി ഞാൻ തീർത്തുകയാണ്. ടീച്ചർമാർ ഇന്നലകളിൽ കണ്ട ഇവിടെ ഇരിക്കുന്ന പൂർവികന്മാരിൽ ഏറ്റവും കൂടുതൽ കാലം സൂര്യചന്ദ്രന്മാരെ ദർശിച്ചിട്ടുള്ള ആ ആളുകൾ കണ്ടിട്ടുള്ള കേരളത്തെക്കുറിച്ചാണ്.